ആശ്രിത നിയമ പരിഷ്കരണത്തിനെതിരെ സർവീസ് സംഘടനകൾ രംഗത്ത്. പരിഷ്കാരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുമെന്നും BMS അടക്കമുള്ള സർവീസ് സംഘടനകൾ ആരോപിക്കുന്നു. പരിഷ്കരണവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരം നടത്താനാണ് സർവീസ് സംഘടനകളുടെ തീരുമാനം. ജീവനക്കാർ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ ആശ്രിതന് 13 വയസ്സിൽ താഴെയെങ്കിൽ ജോലിക്ക് പകരം സമാശ്വാസധനം മതിയെന്ന പരിഷ്കരണത്തിനെതിരെയാണ് സർവീസ് സംഘടനകൾ രംഗത്ത് വന്നത്. നിയമനം പുനഃപരിശോധിക്കുവാനുള്ള കരട് വിജ്ഞാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നീക്കമെന്നും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി അജയ്കുമാർ വ്യക്തമാക്കി. ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ജീവനക്കാർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുത്തി സിവിൽ സർവീസിനെ അനാകർഷകമാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ നടത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ആവണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ആശ്രിത നിയമന വ്യവസ്ഥയിൽ വെള്ളം ചേർക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ BMS സംഘടനയായ ഫെറ്റോയും രംഗത്ത് വന്നിട്ടുണ്ട്. പുതിയ പരിഷ്കാരം ജീവനക്കാരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഫെറ്റോ ജനറൽ സെക്രട്ടറി PS ഗോപകുമാർ പറഞ്ഞു. സർവീസിലിരിക്കുന്ന ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതം കരിപ്പിടിപ്പിച്ചു വരുന്ന സമയത്ത് അവിചാരിതമായിട്ട് മരണപ്പെടുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം അനാഥമാകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇതിനെ തള്ളിവിടും. സർക്കാർ ജീവനക്കാരനും അധ്യാപകനും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധം അത് താറുമാറാക്കാൻ മാത്രമാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനം കൊണ്ട് സംഭവിക്കാൻ പോവുക. സർക്കാർ നീക്കത്തിൽ ഇടതുപക്ഷ അനുകൂല സർവീസ് സംഘടനകളും പ്രതിഷേധത്തിലാണ്. നീക്കം ഉപേക്ഷിക്കാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സർവീസ് സംഘടനയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.